വിദേശ സർവകലാശാലയെ കേരളത്തിലേക്ക് എത്തിക്കുമെന്ന ബജറ്റ് പ്രഖ്യാപനത്തോട് വിയോജിച്ച് എസ്എഫ്ഐ. വിദേശ സർവകലാശാലകൾ കേരളത്തിൽ വരുന്നതോട് വലിയ ആശങ്ക ഉണ്ടെന്ന് എസ്എഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ വ്യക്തമാക്കി. സ്വകാര്യ സർവകലാശാലകൾ വരുന്നതിൽ സർക്കാർ നിയന്ത്രണമുണ്ടാവണം. മുൻപ് UDF സർക്കാരിന്റെ കാലത്ത് ഓട്ടോണോമസ് കോളേജുകൾ കൊണ്ടുവരുന്നതിനോട് എസ്എഫ്ഐ എതിർപ്പ് പ്രകടിപ്പിക്കുകയും സമരം ചെയ്യുകയും ചെയ്തിരുന്നു. അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴും തുടരുന്നതെന്നും അനുശ്രീ പറഞ്ഞു. ഗോകുൽ ചേരുന്നുണ്ട് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. ഗോകുൽ, മറ്റു വാർത്തകൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ ദിവസത്തെ ബജറ്റിലായിരുന്നു ധനമന്ത്രി ബാലഗോപാൽ ഇത്തരത്തിലുള്ള ആശയം മുന്നോട്ടേക്ക് വെച്ചത്. എന്നാൽ ഈ ആശയത്തിനോട് കടുത്ത രീതിയിൽ വിയോജിക്കുന്ന ഒരു നടപടിയുമായിട്ടാണ് എസ്എഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. അതായത് വിദേശ സർവകലാശാലകൾ കേരളത്തിൽ വരുന്നതിനോട് യോജിക്കാൻ സാധിക്കില്ല എന്ന അഭിപ്രായമാണ് അനുശ്രീ മുന്നോട്ടേക്ക് വെക്കുന്നത്. ആ വിദേശ സർവകലാശാലകൾ വരുന്നതിൽ വലിയ വിയോജിപ്പും ആശങ്കയും ഉണ്ടെന്നും മുൻപ് ഞങ്ങൾ സ്വീകരിച്ച നിലപാടുമായി ഞങ്ങൾ മുന്നോട്ടേക്ക് പോകും എന്നാണ് അനുശ്രീ പറഞ്ഞിട്ടുള്ളത്. ധനമന്ത്രി ബാലഗോപാൽ ഈ ബജറ്റിൽ ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയത് മുതൽ ഇടതുപക്ഷ സംഘടനകൾക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വരുന്ന ഒരു സാഹചര്യമായിരുന്നു നമ്മൾ കണ്ടത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൽ അവസാന തീരുമാനം കൈക്കൊണ്ടിട്ടില്ല, ചർച്ചകൾ നടത്തേണ്ടിയിരിക്കുന്നു എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരികയുണ്ടായി. കാരണം മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ മുൻ വൈസ് ചെയർമാനും വിദേശകാര്യ വിദഗ്ധരുമായ TP ശ്രീനിവാസനൊക്കെ ഇത്തരത്തിൽ വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് എത്തിക്കുന്ന നടപടികളൊക്കെയായി മുന്നോട്ടേക്ക് വന്ന സമയത്ത് എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ തന്നെയാണ് അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം നടത്തുകയും അദ്ദേഹത്തിന്റെ കരണത്തടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ആ സംഭവം നടന്നത്. എന്നാൽ ആ രീതിയിലേക്ക് എന്തായിരുന്നു അന്ന് ഈ TP ശ്രീനിവാസൻ പറഞ്ഞത്, ആ രീതിയിലേക്ക് ബജറ്റിലൂടെ ധനമന്ത്രി അല്ലെങ്കിൽ സർക്കാർ എത്തുന്ന രീതിയിലേക്ക് സർക്കാർ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്നാൽ എസ്എഫ്ഐ അതിനോട് യോജിക്കാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നടപടിയുമായി മുന്നോട്ടേക്ക് പോകുന്നതിനോട് യോജിപ്പോ ഇല്ല എന്നാണ് എസ്എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. വിദേശ സർവകലാശാലകൾ വരുമ്പോൾ സർക്കാരിന് സർവകലാശാലകളിൽ മേൽ നിയന്ത്രണം ഉണ്ടാവില്ല. ഫീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സർവകലാശാലകൾ തീരുമാനമെടുക്കുമ്പോൾ അത് വലിയ ഉയർന്ന തുക ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട് തുടങ്ങിയ ആശങ്കകളാണ് എസ്എഫ്ഐ മുന്നോട്ടേക്ക് വെക്കുന്നത്. എന്നാൽ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന സമയത്ത് എസ്എഫ്ഐ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണവുമായി മുന്നോട്ടേക്ക് വരുമ്പോൾ അത് ഏത് രീതിയിലാണ് ഈ ബജറ്റ് പ്രഖ്യാപനത്തെ സ്വാധീനിക്കുക എന്നതൊക്കെയുള്ള വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയാവാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും ഇപ്പോൾ പുറത്തു വന്ന വിഷയം അനുസരിച്ച് ബജറ്റിലെ ധനമന്ത്രിയുടെ നിലപാടിനോട് വിയോജിക്കുകയും ആ വിയോജിപ്പ് സർക്കാരുമായി ചർച്ച ചെയ്യും എന്നുമാണ് അനുശ്രീ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ അനുശ്രീ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്? കാരണം ഓട്ടോണോമസ് കോളേജുകൾ വരുന്നതിൽ ഇവർ നേരത്തെ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ഇപ്പോൾ നിലവിൽ നിരവധി ഓട്ടോണോമസ് കോളേജുകൾ കേരളത്തിലുമുണ്ട്. അതെ, ഇത്തരത്തിൽ ഇപ്പോൾ ഈ TP ശ്രീനിവാസൻ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച് കണ്ടത്, അതായത് ഞാൻ ഈ ആശയം മുന്നോട്ടേക്ക് വച്ചതിന് ശേഷം, അതായത് SFIക്കാർ TP ശ്രീനിവാസനെ മർദ്ദിച്ചതിന് ശേഷം ഏകദേശം 50,000-ഓളം കുട്ടികളെങ്കിലും കേരളം വിട്ടുപോയിട്ടുണ്ടാവും എന്നാണ്. ഈ കാലയളവിൽ വൈകി വന്ന വിവേകത്തിനെ സ്വാഗതം ചെയ്യുന്നു എന്ന രീതിയിലൊക്കെയാണ് ബജറ്റ് പ്രഖ്യാപനത്തെ TP ശ്രീനിവാസൻ സ്വാഗതം ചെയ്തത്. പക്ഷേ SFI ആയാലും വരും ദിവസങ്ങളിൽ സർക്കാരിന്റെ വഴിയെ തന്നെ സഞ്ചരിക്കേണ്ടിയിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. കാരണം സർക്കാരിനെ എതിർത്തുകൊണ്ട് SFI മുന്നോട്ടേക്ക് പോകും എന്നൊന്നും നമുക്ക് കരുതാൻ ഒരിക്കലും സാധിക്കില്ല. ഇപ്പോൾ ഇന്ന് മാധ്യമ പ്രവർത്തകർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ചപ്പോൾ മറുപടി പറയാമല്ലോ എന്ന് വിചാരിച്ചതിനാലും ഇതിന് സർക്കാരിന്റെ ബജറ്റ് പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്താൽ മുൻപ് നിങ്ങളുടെ നിലപാട് ഇതായിരുന്നില്ലല്ലോ എന്ന മറു ചോദ്യം വരും എന്നത് മനസ്സിൽ കണ്ടതുകൊണ്ടായിരിക്കണം അനുശ്രീ ഈ രീതിയിലൊരു നിലപാടെടുത്തത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം നമ്മുടെ വിദ്യാഭ്യാസ മേഖല വിദേശ വിദ്യാഭ്യാസ മേഖലയുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ആ രീതിയിലേക്ക് ഉയരുന്നില്ല എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ബജറ്റിൽ ഇത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടായത്. വിദേശ സർവകലാശാലയ്ക്ക് തുല്യമായ വിദ്യാഭ്യാസം നമ്മുടെ സംസ്ഥാനത്തും നടപ്പിലാക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയായിരിക്കാം ഇത്തരത്തിലുള്ള പ്രഖ്യാപനം വരുന്നത്. എന്നാൽ SFIക്ക് പെട്ടെന്ന് അതിനെ സ്വാഗതം ചെയ്യാൻ സ്വാഭാവികമായിട്ടും അവരുടെ മുൻകാല പ്രവർത്തികൾ കാരണം അവർക്ക് സാധിക്കാത്തൊരു സാഹചര്യമാണുള്ളത്. മിക്കവാറും തന്നെ വരും ദിവസങ്ങളിൽ ഈ ബജറ്റ് പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുകയോ അല്ലെങ്കിൽ ചർച്ച നടത്തി ഞങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് സർക്കാർ ചില മാറ്റങ്ങൾ വരുത്തും എന്ന് പറഞ്ഞു SFI തന്നെ രംഗത്ത് വരാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. നിലവിൽ ഈ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ മാത്രമാണോ ഈ ഒരു നിലപാട് വ്യക്തമാക്കിയത്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഈ ഒരു നിലപാടിനെ അനുകൂലിച്ച് രംഗത്തെത്തിയിട്ടുണ്ടോ? ഇല്ല, കോഴിക്കോട് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന സമയത്ത് മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അനുശ്രീ പറഞ്ഞത്. മറ്റ് SFI നേതാക്കളൊന്നും ഈ ആവശ്യവുമായി മുന്നോട്ടേക്ക് വന്നിട്ടില്ല. എങ്കിൽ തന്നെയും SFIയുടെ സംസ്ഥാന പ്രസിഡന്റാണ് സെക്രട്ടറി കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്ഥാനമാണ് പ്രസിഡന്റ്. അപ്പോൾ SFIയുടെ നിലപാടായി തന്നെ അനുശ്രീയുടെ ഈ കാര്യത്തെ നമ്മൾ പരിഗണിക്കേണ്ടിയിരിക്കുന്നു.
ഇപ്പോഴെന്തായാലും ഈ ബജറ്റ് പ്രഖ്യാപനത്തിനോട് വിയോജിക്കുന്നത് ഈ പറഞ്ഞതുപോലെ മുൻപ് SFI ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടിനെ പിന്തുടർന്നുള്ള ഒരു പെട്ടെന്നുള്ള പ്രഖ്യാപനമായിരിക്കും. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ SFIക്കുള്ളിൽ തന്നെ ചർച്ച നടത്തിയതിനു ശേഷം മറ്റെന്തെങ്കിലും തീരുമാനം വരുമോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. തുടരുക. ഇപ്പോൾ യുവമോർച്ച ദേശീയ സെക്രട്ടറി പി ശ്യാംരാജ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ശ്യാംരാജ്, ഇപ്പോൾ വരുന്ന വാർത്ത എന്തെന്ന് വെച്ചാൽ വിദേശത്തെ സർവകലാശാലകളെ കേരളത്തിലേക്ക് എത്തിക്കുമെന്ന ബജറ്റ് പ്രഖ്യാപനത്തോട് SFI വിയോജിക്കുന്ന ഒരു നിലപാടാണ് ഉണ്ടായിരിക്കുന്നത്. താങ്കൾ ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? അല്ല, അതൊന്ന് യോജിക്കാനും വിയോജിക്കാനും ഒക്കെ ഉള്ള അവകാശം പ്രസ്ഥാനങ്ങൾക്കും ഉണ്ട്. പക്ഷെ ആ വിയോജിപ്പിലെ ആത്മാർത്ഥതയാണ് പ്രശ്നം. ഒന്ന്, ഇത്രയും കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതോടൊപ്പം തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മുഴുവൻ എന്താണ് പറഞ്ഞുകൊണ്ട് ഇരുന്നത്? അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല, കാര്യങ്ങളാണ് ഈ ബഡ്ജറ്റിൽ വന്നിട്ടുള്ളത്. അപ്പോ അതുകൊണ്ട് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നിടത്തോളം നിലവിലുണ്ടായിട്ടുള്ള ഈ ഒരു ജാള്യത, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ പൊതു നിലപാടിൽ നിന്നും ആശയത്തിൽ നിന്നും പിന്തിരിഞ്ഞതിലുള്ള ജാള്യത ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഇന്നലെയൊക്കെയായിട്ട് വലിയ ചർച്ചകളാണ് അതിന്റെ പേരിൽ തന്നെ നടന്നിട്ടുള്ളത്. ചില മാധ്യമങ്ങളുടെ ചർച്ചകളുടെ തലക്കെട്ട് തന്നെ ഇടതുപക്ഷം അവരുടെ അടിസ്ഥാന നയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചോ എന്നുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ജാള്യത മറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ഈ ഇടതുപക്ഷത്തിന്റെ ഇതര പ്രസ്ഥാനങ്ങളെ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ കരുതാനാവുന്നുള്ളൂ. അല്ലാതെ ഈ ഒരു എതിർപ്പിനകത്ത് എന്തെങ്കിലും ഒരു ആത്മാർത്ഥതയുണ്ടെന്നോ ഈ ഒരു എതിർപ്പ് മൂലം ഈ വിദേശ സർവകലാശാലകളെ കൊണ്ടുവരും എന്നുള്ള നിലപാടിൽ നിന്ന് കേരള സർക്കാരോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ പിന്തിരിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, ഏതൊരു കാര്യം എടുത്തിട്ടുണ്ടെങ്കിലും കേരളത്തിന്റെ ചരിത്രം എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു തവണ പറഞ്ഞത് എന്താണോ അതിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എക്കാലത്തും പറഞ്ഞിട്ടുള്ളത്. വൈകി വന്ന വിവേകം എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ഇത്തരത്തിൽ വൈകി വന്ന ഒരു വിവേകം മാത്രമാണിത്. അതിൽ നിന്ന് അവർക്കിടയിൽ തന്നെ ഉണ്ടായതും അതോടൊപ്പം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ചർച്ചയിൽ നിന്നും വഴിതിരിക്കാനും ജാള്യത മറക്കാനും വേണ്ടിയിട്ടുള്ള ഒരു നിലപാടായിട്ട് മാത്രമേ സർക്കാർ ഇതിനെ കാണാൻ വേണ്ടി സാധിക്കൂ. കണക്കും കാര്യമില്ലാതെ നിയന്ത്രിക്കാതെ അത് സംസ്ഥാനത്തേക്ക് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ആശങ്കയുണ്ട്. സർക്കാർ അതിൻ്റെ അകത്തൊരു നിയന്ത്രണം വെക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. സ്വകാര്യ സർവകലാശാല കടന്നു വരുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കയുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ അത് നടപ്പിലാക്കുമ്പോൾ സർക്കാർ അതിൻ്റെ അകത്ത് കൃത്യമായിട്ടുള്ള ഒരു നിയന്ത്രണം നടപ്പിലാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടും. അതുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ ആശങ്ക ഞങ്ങൾ അറിയിക്കും. ഈ തരത്തിൽ സ്വകാര്യ സർവകലാശാല നിർബന്ധിതമായിട്ട് വരുമ്പോൾ അതെല്ലാ സംസ്ഥാനത്തിനകത്തും വിദ്യാർത്ഥി പക്ഷമായിട്ട് അല്ലെങ്കിൽ സർക്കാരിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് മാറണം. ഇതാണ് ഞങ്ങളുടെ ആശങ്ക. അത് പരിഹരിക്കപ്പെടുമെന്ന വിശ്വാസമാണ്. ഭാവിയിൽ ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കും. വിദേശ സർവകലാശാലയെ ബന്ധപ്പെട്ട് SFIക്ക് അംഗീകരിക്കാൻ പറ്റാത്ത നിലപാടാണ്. വിദേശ സർവകലാശാല വരുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ആകുലതയുണ്ട്. അത് അംഗീകരിക്കാൻ പറ്റാത്ത നിലപാടാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ ഭാവിയിൽ ഞങ്ങൾ കാണുന്ന എല്ലാ ആശങ്കകളും സർക്കാരുമായിട്ട് ഈ ബഡ്ജറ്റിന്റെ കൂടി അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. അത് ഭാവിയിൽ ഉണ്ടാകും, ഈ അടുത്ത് തന്നെ ഉണ്ടാകും. ഗൂഗിൾ ചേരുന്നുണ്ട്. ഗൂഗിൾ, ഈ ഒരു കാലത്ത് SFI DYFI നേതാക്കൾ ശക്തമായി പ്രതിഷേധിച്ച ആശയമാണ് ഈ സ്വകാര്യ വിദ്യാഭ്യാസ നിക്ഷേപം എന്ന് പറയുന്നത്. ആ സമരങ്ങൾക്ക് ഇന്ന് സംസ്ഥാനങ്ങൾ വില കൽപ്പിക്കുന്നുമില്ല. ഏത് തരത്തിലുള്ള നിയന്ത്രണമാണ് SFI ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്? SFI ഈ വിഷയത്തിൽ എന്ത് പ്രതികരിക്കണം എന്നറിയാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ ബജറ്റ് പ്രഖ്യാപനത്തെ SFI സ്വാഗതം ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മാധ്യമപ്രവർത്തകരുടെ അടുത്ത ചോദ്യം മുൻപ് നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു എന്നതിനെ പറ്റിയായിരിക്കാം. 2016 UGC സ്വകാര്യ സർവകലാശാലകളെ സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിനെ സ്വാഗതം ചെയ്ത സമയത്ത് അതിന് മുൻകൈ എടുത്ത TP ശ്രീനിവാസനെ കരണത്തടുക്കുകയും UAEയുടെ ഏജന്റാണ് TP ശ്രീനിവാസൻ എന്നതടക്കമുള്ള നിലപാടുകളൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രതിരോധങ്ങൾ തീർത്തിട്ടുള്ളത്. അപ്പോൾ വലിയ വർഷം മുന്നിൽ 6-7 വർഷങ്ങൾക്ക് മുമ്പിൽ SFI ഈ രീതിയിൽ, അതായത് കേരളം ഇന്നും ചർച്ച ചെയ്യുന്ന ഓർത്തിരിക്കുന്ന രീതിയിൽ ഒരു പ്രവർത്തനം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ സാഹചര്യത്തിൽ ഇപ്പോൾ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ധനമന്ത്രി നടത്തിയിട്ടുള്ള ബജറ്റ് പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ ഇരട്ടത്താപ്പ് മനസ്സിലാവുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് SFIക്ക് ഈ രീതിയിലൊരു അഴകുഴമ്പൽ നടപടി സ്വീകരിക്കുകയല്ലാതെ രക്ഷയില്ല. കാരണം ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ആശങ്ക ഒരുപാടുണ്ട്. സർക്കാരുമായി ചർച്ച ചെയ്യും, ഞങ്ങൾ ഞങ്ങളുടെ വിയോജിപ്പുകൾ പറയുമെന്നൊക്കെ പറയുമ്പോൾ സർക്കാർ എടുത്ത ഒരു തീരുമാനത്തെ മാറ്റി ഇവരുടെ SFIയുടെ നിലപാടിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സംശയത്തോടു കൂടി മാത്രമേ നോക്കിക്കാണാൻ വേണ്ടി സാധിക്കുള്ളൂ. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി SFI സമരരംഗത്തൊന്നും തന്നെയില്ല. CPMന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി CPMന്റെ നേതാക്കൾ പറഞ്ഞതനുസരിച്ച് ചില കാര്യങ്ങൾ ഗവർണർക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും ചില കാര്യങ്ങൾ നടത്തുന്നു എന്നല്ലാതെ വിദ്യാഭ്യാസ പക്ഷം ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു നടപടികളും SFI നടത്തുന്നതായിട്ട് നമ്മൾ കുറച്ചധികം കാലങ്ങളായിട്ട് കാണുന്നില്ല.
ഈ CPM ആയാലും മുൻകാല നിലപാടുകളിൽ നിന്നും മാറി ഈ സ്വകാര്യ സർവകലാശാലകൾ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ഗുണങ്ങളെയൊക്കെ പഠിച്ച് ബജറ്റ് പ്രഖ്യാപനത്തിൽ കൂടി അത് നടപ്പിലാക്കാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അതിന് വിരുദ്ധമായ ഒരു സമീപനം SFI സ്വീകരിക്കുന്നത് CPM നേതൃത്വം ഇടപെട്ടുകൊണ്ട് തന്നെ അത് തിരുത്തും എന്ന് വേണം നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ. ഇത് SFI സംസ്ഥാന പ്രസിഡന്റിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ച സമയത്ത് അവരുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നുള്ളൂ. SFIക്കകത്ത് ചർച്ച ചെയ്തിട്ടാണോ ഇത്തരത്തിലൊരു തീരുമാനം SFI സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് എന്നതിനെ പറ്റിയിട്ടൊന്നും നമുക്ക് വ്യക്തമായ ധാരണയില്ല. CPMനെ അല്ലെങ്കിൽ സർക്കാരിനെ എതിർത്തുകൊണ്ട് SFIക്ക് എത്രത്തോളം മുന്നോട്ടേക്ക് പോകാൻ പറ്റും എന്നുള്ള കാര്യം സംശയമാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചധികം കാലങ്ങളായി CPMന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം സമരം നടത്തുകയോ അല്ലെങ്കിൽ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ഒരു സംഘടനയായി SFI മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അനുശ്രീയുടെ ഈ പ്രതിരോധം എത്ര നാൾ ഉണ്ടാകുമെന്നും അല്ലെങ്കിൽ ഈ പ്രതിരോധത്തിന്റെ ഭാഗമായി പറഞ്ഞ വാക്കുകൾക്ക് എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ ഈ വിഷയം കൂടുതൽ ചർച്ചയാകുന്ന സാഹചര്യത്തിൽ മാത്രമേ മനസ്സിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾക്ക് SFI മുന്നിട്ട് ഇറങ്ങുന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഇല്ല, അത്തരത്തിലുള്ള ഒരു പരിപാടികളെ കുറിച്ചും SFI ആലോചിക്കുന്നില്ല. ഇത് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ പറഞ്ഞ പ്രതികരണമല്ല. SFI മറ്റൊരു പരിപാടി NIT കോളേജിൽ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം മാധ്യമപ്രവർത്തകരുടെ ഈ വിഷയം, കാരണം SFI ആണ് ഈ വിഷയത്തിൽ അഡ്രസ്സ് ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ വലിയ ഈ സ്വകാര്യ സർവകലാശാലകൾ സംസ്ഥാനത്തേക്ക് വരുന്നതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ നടത്തി വലിയ വിദ്യാഭ്യാസ കൗൺസിൽ മുൻ വൈസ് ചെയർമാനൊക്കെ ആയിട്ടുള്ള TP ശ്രീനിവാസനെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് CA ചാരൻ എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മറുപടി എന്നോണം മാത്രമാണ് അനുശ്രീ ഇത് പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പരിപാടികൾ നടത്തുന്നതിനെ പറ്റിയിട്ടുള്ള ആലോചന ഉണ്ട് എന്നോ അത്തരത്തിൽ ഒരു കാര്യത്തെ പറ്റി ആലോചിക്കുന്നുണ്ടോ എന്നൊന്നും SFI എന്തായാലും ഇതുവരെ പറഞ്ഞിട്ടില്ല.